ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ നിത്യജീവൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ദൈവജനമേ, നവംബർ മാസ കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ആത്മീയമായ കൃപയുടെ പ്രാർത്ഥനയുടെയും കാലഘട്ടമാണ് നവംബർ മാസം. സകല വിശുദ്ധരിൽ നിന്ന് ആരംഭിക്കുകയും ശുദ്ധീകരണത്തിൽ മരണം വഴി വേർപെട്ടു പോയ ആത്മാക്കളെ ഓർക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഇതൊരു പ്രാർത്ഥനയുടെ കാലഘട്ടമാണ്. വിശുദ്ധ ജീവിതത്തിനും നമ്മിൽ നിന്ന് വേർപെട്ടു പോയവരെ വിശുദ്ധിയുടെ സ്വർഗഭാഗ്യത്തിൽ അർഹരാക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിത്യജീവൻ എന്ന വാക്കിന് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ഇന്ന് നമ്മളെല്ലാം ചിന്തിക്കാനും ആഗ്രഹിക്കാനും പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രാർത്ഥന വിഷയമാക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇപ്രകാരമാണ്: നന്മയുള്ള ഈ ഭൂമിയിലെ മനുഷ്യരുടെ പ്രാർത്ഥന യാചിക്കുന്ന ഒരു കൂട്ടം വ്യക്തികളുണ്ട്. അവരാണ് ശുദ്ധീകരണ ആത്മാക്കൾ. നവംബർ മാസത്തിൻ്റെ ആഴങ്ങളിൽ ദേവാലയങ്ങളിൽ ബലിയർപ്പിക്കുമ്പോഴും തുടർന്ന് നമ്മൾ സിമിത്തേരികളിൽ പോയി പ്രാർത്ഥിക്കുന്നതും യഥാർത്ഥത്തിൽ നമ്മിൽ നിന്ന് വേർപെട്ടു പോയവരെ സ്വർഗഭാഗ്യത്തിന് അർഹരാകുകയും അവരുടെ പ്രാർത്ഥന വഴി നമ്മുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങളും പ്രാർത്ഥനകളും പൂർത്തീകരിക്കപ്പെടുവാനും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പൂർവികരും നമ്മളും സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള ഒരു കൃപയുടെ കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ തിരുസഭ നമുക്ക് ഈ നവംബർ മാസം മരിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായി നമ്മളെ വെളിപ്പെടുത്തി തരുന്നത്. സ്നേഹമുള്ളവരെ, എന്താണ് യഥാർത്ഥത്തിൽ ശുദ്ധീകരണ സ്ഥലം? എന്തിനാണ് അങ്ങനെ ഒരു അവസ്ഥ ദൈവം ഈ ലോകത്ത് കൊണ്ടുവന്നത്? അതിൻ്റെ അടിസ്ഥാന ആഴങ്ങളിലേക്ക് കടക്കണമെങ്കിൽ നമ്മൾ തിരിച്ചറിയണം, മരണം എന്നത് ഒരു ജനനമാണ്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ സ്വർഗത്തിലെ അവൻ്റെ സാന്നിധ്യം തീരുകയാണ്. തുടർന്ന് ഈ ഭൂമിയിലെ ജീവിതം സ്വർഗതുല്യമാക്കിയിട്ട് തിരിച്ച് അവൻ ഈ ഭൂമിയിൽ മരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വന്ന ഇടങ്ങളിൽ അവൻ ജനിക്കുകയാണ്. ഇത് മനുഷ്യൻ മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥവും വ്യാപ്തിയും ഉണ്ടാകുന്നത്. ഞാൻ ഈ ലോകത്ത് ജീവിച്ച് തീരാനുള്ള വ്യക്തിയല്ല, മറിച്ച് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മറ്റൊരു ഇടങ്ങളിൽ ജനിക്കാനുള്ളൊരു അവസരമാണ് ദൈവം എനിക്ക് നൽകുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ചിന്തയിൽ നിന്ന് കടന്നു നോക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തെ പ്രത്യാശ വെച്ച് ജീവിക്കാൻ പറ്റാം. സ്വർഗത്തിൽ പ്രത്യാശ വെച്ചവർക്ക് ജീവിതത്തെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. സ്വർഗം എന്ന രാജ്യത്തിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് ദൈവസന്നിധിയിൽ എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഈ ഭൂമിയിൽ ഒന്ന് പ്രത്യാശ വെച്ച് ഈ ലോകത്ത് നിന്ന് കടന്നു പോകാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ആഴവും വ്യാപ്തിയും നമ്മുടെ മുന്നിൽ തിരുസഭ മാതാവ് പറഞ്ഞു വെക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1030-31 ഖണ്ഡികയിൽ കൃത്യമായിട്ട് തിരുസഭ മാതാവ് നമ്മളെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വഴി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ശുദ്ധീകരണ സ്ഥലം എന്ന് ആഴത്തിൽ അറിയുമ്പോഴാണ് ഈ സ്ഥലത്തിൻ്റെ വ്യാപ്തിയും അതുപോലെ ഈ സ്ഥലം നമുക്ക് നൽകുന്ന അനുഗ്രഹം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുക. ഇപ്രകാരമാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പറയുന്നത്. 1030 ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. ഒന്നാമത്തത് തിരുസഭ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ അവര് പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അവര് നിത്യരക്ഷ ഉറപ്പുവരുത്തിയവരാണ്. ചില കുറവുകളുടെ പേരിൽ അവരുടെ നിത്യരക്ഷയ്ക്ക് എവിടെയെങ്കിലും തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ ആ നിത്യരക്ഷ സ്വന്തമാക്കാൻ അവർക്ക് കൃപ ലഭിച്ചവരായിരിക്കും യഥാർത്ഥത്തിൽ ഈ ശുദ്ധീകരണ സ്ഥലത്തുള്ള വ്യക്തികളുടെ പ്രത്യേകത. പിന്നീട് 1031 പറയുന്ന ഇങ്ങനെയാ: എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിന് വേണ്ടി മരണാനന്തരം ശുദ്ധീകരണത്തിനായി വിധേയരായിത്തീരുന്നു. സ്വർഗീയ ആനന്ദത്തിലേക്ക് അവർ പ്രവേശിക്കാൻ അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതിനെ വിശുദ്ധീകരിച്ച് അതിനെ ശുദ്ധീകരിച്ച് അവർ സ്വർഗത്തിലേക്ക് വിധേയരായിത്തീരുന്നു. എന്നിട്ട് പറയാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവർ ഈ അന്തിമ ശുദ്ധീകരണത്തെ സഭ ശുദ്ധീകരണ സ്ഥലം എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം ലഭിക്കുന്ന ഈ സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് ശുദ്ധീകരണ സ്ഥലം. യഥാർത്ഥത്തിൽ എന്താണ് ഈ ശുദ്ധീകരണ സ്ഥലം എന്ന് ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കൃത്യമായിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 3 കാര്യങ്ങളാണ് പൂർണ്ണമായിട്ട് നമ്മൾ അറിയേണ്ടത്. ഒന്നാമത്തത് ദൈവത്തിൻ്റെ കൃപാവരത്തിൽ മരിക്കുന്നവർ. അപ്പോൾ സ്വർഗത്തിലേക്ക് ഒരു വ്യക്തിക്ക് കടന്നു പോകണമെങ്കിൽ ഒന്നാമത്തെ കാര്യം ദൈവത്തിൻ്റെ കൃപാവരത്തിൽ മരിക്കണം.
ദൈവത്തിൻ്റെ കൃപാവരത്തിൽ മരിക്കുന്നവർ മാത്രമേ ശുദ്ധീകരണ സ്ഥലത്ത് എത്തുകയുള്ളൂ എന്ന് കൃത്യമായിട്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുക. അപ്പോൾ ദൈവകൃപാവരമില്ലാതെ ആരും മരിക്കരുത്. ഇതാണ് ഇന്ന് ഈ നവംബർ മാസത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെക്ക് മരണങ്ങൾ എപ്രകാരമാണ്? കൂദാശകൾ അനുസരിച്ച് കൂദാശകൾക്കനുസൃതമായി ജീവിക്കുന്നവർക്കേ ദൈവത്തിൻ്റെ കൃപാവരത്തിൽ മരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, മരിച്ചതുകൊണ്ട് സ്വർഗത്തിൽ പോകണമെന്നോ അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ പോകണമെന്നോ ഒരു നിർബന്ധവുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ കൃപാവരത്തിൽ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതമാണ് അവിടെ എത്തിച്ചേരുക. അതുകൊണ്ട് ഒരു കുടുംബത്തിലെ അമ്മ എന്നും ദൈവകൃപാവരത്തിൽ ജീവിച്ചാൽ, അമ്മ മരിച്ചാൽ അമ്മ സ്വർഗത്തിൽ പോവും. എന്നാൽ മക്കളും ജീവിത പങ്കാളിയും ഒരിക്കലും സ്വർഗത്തിൽ പോകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ ദൈവകൃപാവര ജീവിതമാണ് ആ വ്യക്തിയെ ഈ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നത്. രണ്ടാമത്തത്, ദൈവത്തോടുള്ള സൗഹൃദത്തിൽ മരിക്കണം. നമുക്ക് ലോകത്തോടുള്ള ഒത്തിരി മൈത്രിയുണ്ട്, എന്നാൽ ദൈവത്തോട് നീ ശത്രുത പുലർത്തുന്നുണ്ടോ? എന്നാൽ നിനക്ക് ലോകത്തോട് ശത്രുതയും ദൈവത്തോട് മൈത്രിയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ശുദ്ധീകരണ സ്ഥലം വിട്ട് സ്വർഗത്തിൽ പോകാനുള്ള കൃപയുണ്ടെന്ന് സഭയുടെ മതബോധന ഗ്രന്ഥം ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത്തത്, പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെടാത്ത വ്യക്തികളാണ് യഥാർത്ഥത്തിൽ ശുദ്ധീകരണ സ്ഥലത്തെത്തുക. ഏതെങ്കിലും ചില കുറവുകൾ, ചിലപ്പോൾ നല്ല കുമ്പസാരത്തിൻ്റെ ആഴങ്ങൾ ചില സമയത്ത് നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ, വലിയ പാപം ചെയ്തിട്ടല്ല ഞാൻ പറയുന്നത്, കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ എവിടെയെങ്കിലും ഒരു കുറവ്, അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യാൻ പറ്റാത്ത, ചെയ്തുവെങ്കിലും അതിൻ്റെ ചെറിയ കുറവുകൾ കൊണ്ട് പരിപൂർണതയിലേക്ക് എത്താൻ പറ്റാത്തവരാണ് യഥാർത്ഥത്തിൽ ഈ ശുദ്ധീകരണ സ്ഥലത്തെത്തുക. സ്നേഹമുള്ളവരെ, ശുദ്ധീകരണത്തിൽ എത്തണമെങ്കിൽ 3 കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഒന്ന്, ദൈവത്തിൻ്റെ കൃപാവരത്തിൽ മരിക്കണം, ദൈവസ്നേഹത്തിൻ്റെ കൃപാവരത്തിൽ. രണ്ടാമത്തത്, ദൈവവുമായിട്ടൊരു സൗഹൃദ ബന്ധത്തിൽ നീ മരിക്കുകയാണെങ്കിലേ അവിടെ എത്തുള്ളൂ. മൂന്നാമത്തത്, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ചെറിയ കുറവുകളുടെ പേരിൽ ചെയ്തുവെങ്കിലും അതിൻ്റെ പൂർണ്ണത എത്താത്തതിൻ്റെ പേരിൽ മാത്രമേ നമുക്ക് ഈ ശുദ്ധീകരണത്തിലെത്താൻ പറ്റുള്ളൂ. സ്നേഹമുള്ളവരെ, അങ്ങനെയുള്ളവർക്ക് എവിടേക്ക് പോകാൻ? സ്വർഗത്തിൽ പോകാനുള്ള, നിത്യജീവൻ്റെ പറുദീസയിൽ പോകാനുള്ള അധികാരവും അവകാശവും ദൈവം കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്ക് ഈ ശുദ്ധീകരണത്തിൻ്റെ ആഴങ്ങളിലേക്ക് കുറച്ചുകൂടി കടന്നു നോക്കിയാൽ അത് കൃത്യമായി മനസ്സിലാകും. ഒരു ആത്മാവിൻ്റെ സ്വർഗീയ ആനന്ദത്തിൽ പ്രവേശിക്കാൻ ആവശ്യമായ ഏറ്റവും വലിയ കാര്യമാണ് എല്ലാ തിന്മകളുടെ ലാഞ്ചനകളിൽ നിന്നും മാറ്റപ്പെടണം. അപ്പോൾ ഞാനും നിങ്ങളും സ്വർഗലിപ്തിയിലേക്ക് എത്തണമെങ്കിൽ ഒന്നാമത്തെ കാര്യം, എല്ലാ തിന്മകളുടെ ലാഞ്ചനകൾ, തിന്മ പ്രവർത്തിക്കുന്ന അവസ്ഥകൾ, ചിന്തകൾ, അതിലേക്ക് പോകുന്ന അവസ്ഥകളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറണം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കൃപാവരത്തിൽ, ദൈവത്തിൻ്റെ കൃപാവരത്തിൽ ജീവിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ദൈവവുമായിട്ടൊരു സൗഹൃദ ബന്ധം പുലർത്താൻ പറ്റുക. അങ്ങനെയാണ് നമുക്ക് തുച്ഛമായ കുറവുകൾ വന്ന് ഈ സ്ഥലത്തെത്തി നമ്മളെ ശുദ്ധീകരിക്കാൻ പറ്റുക. രണ്ടാമത്തത്, ആത്മാവിലെ എല്ലാ അപൂർണതകളും നീക്കിക്കളയണം. എൻ്റെ കുറവുകളെ മാക്സിമത്തിൽ എടുത്തു കളയാൻ ഞാൻ പരിശ്രമിക്കണം. എൻ്റെ ബലഹീനതകൾ, ഞാൻ ചെയ്ത പാപങ്ങൾ ഒന്നുപോലും ഈ ലോകത്ത് മറച്ചു വയ്ക്കപ്പെടാതെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരിക്കപ്പെടണം. എനിക്ക് കിട്ടിയ നന്മകളുടെ സാധ്യതകളെ ഒന്നുപോലും നഷ്ടപ്പെടുത്താതെ ക്ഷമിച്ചും സ്നേഹിച്ചും പരിഗണിച്ചും മറ്റുള്ളവരെ സ്വന്തമാക്കാനായിട്ടുള്ള ഒരു കൃപ സ്വന്തമാക്കണം. ഇങ്ങനെ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ആത്മീയ ശക്തി സ്വന്തമാക്കാം. എന്താണ് ശുദ്ധീകരണ സ്ഥലം? ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതൊരു സ്റ്റേറ്റ് എന്ന് പറയും, ഒരു അവസ്ഥയാണ്. അല്ലാതെ ഒരു സ്ഥലത്തെ ക്രമീകരിച്ച് പറയുന്ന ഒരു ഇതായിട്ട് ചിന്തിക്കരുത്. ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ കണ്ടീഷൻ എന്ന് പറയും. ഈ 2 വാക്കുകളാണ് ഇംഗ്ലീഷിൽ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഇപ്രകാരമാണ്: ഇത് അളന്ന് തിട്ടപ്പെടുത്തിയ ഒരിടമായിട്ട് ആരും കാണരുത്. ഒരു അളന്ന് നമ്മൾ പറയില്ലേ, നമുക്കൊരു സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലത്തെ അളന്ന് തിട്ടപ്പെടുത്തും. അത് ആധാരത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അളന്ന് തിട്ടപ്പെടുത്തും. ഇതുപോലെ ഒരു അളന്ന് തിട്ടപ്പെടുത്തിയ ഒരു സ്ഥലമായിട്ട് ആരും ചിന്തിക്കരുത്. പലപ്പോഴും ശുദ്ധീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെ ചിന്താഗതിയിൽ ഒത്തിരി ബോധ്യങ്ങൾ കടന്നു വരാറുണ്ട്. എന്നാൽ ഇതൊരു അവസ്ഥയാണ്, ഒരു അവസ്ഥയിലേക്ക് ദൈവജനത്തെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇത് അളന്ന് തിട്ടപ്പെടുത്തിയ ഒരു ഇടമായിട്ട് കാണുന്നതിനേക്കാൾ മരണമടഞ്ഞ ഒരു വ്യക്തിയുടെ ആത്മാവിലെ സകല പാപകറകളും കഴുകിക്കളയുന്ന ഒരു അവസ്ഥയായിട്ട് നമ്മൾ കാണണം. ഒരു സ്ഥലത്ത് പോയിട്ട് നിങ്ങളെ ഇട്ട് പീഡിപ്പിക്കുന്ന ഒരു സ്ഥലമായി കാണാതെ, മറിച്ച് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ കുറവുകളെ, പോരായ്മകളെ ശുദ്ധീകരിക്കുന്ന, കഴുകി വൃത്തിയാക്കുന്ന, അല്ലെങ്കിൽ ആ പോരായ്മകളെ ഇല്ലാതെയാക്കുന്ന ഒരു അവസ്ഥയായിട്ട് കാണണം. നമുക്കറിയാം, ചില അവസ്ഥകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു ഐസ് ചൂടുള്ള അവസ്ഥയിൽ പോകുമ്പോൾ ഉരുകിപ്പോകുന്നത് പോലെ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ കട്ട പിടിച്ചിട്ടുള്ള ചില പാപത്തിൻ്റെ, ചില തഴക്കദോഷത്തിൻ്റെ ലഘുവായ അവസ്ഥകളെ ഈ ചൂടിലേക്ക് ഐസ് കൊണ്ടുവയ്ക്കുമ്പോൾ ഉരുകിപ്പോകുന്ന പോലെ എൻ്റെ ശരീരത്തിൽ നിന്ന് ആ അവസ്ഥ എടുത്തു മാറ്റപ്പെടുന്നു.
സ്നേഹമുള്ളവരെ, ഈ അവസ്ഥയിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ ശുദ്ധീകരണ സ്ഥലം എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധരും സഭയും പഠിപ്പിക്കുന്നുണ്ട്, വിശുദ്ധരായ വ്യക്തികളാണ് യഥാർത്ഥത്തിൽ ശുദ്ധീകരണ സ്ഥലത്ത് പ്രവേശിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ചിന്തിക്കരുത് മരിച്ചവരെല്ലാവരും ശുദ്ധീകരണത്തല്ല, മറിച്ച് വിശുദ്ധരായി കർത്താവിൻ്റെ ഹിതത്തിന് വേണ്ടി ജീവിച്ചവരെ എത്തിക്കുന്ന സ്ഥലം. ഏതെങ്കിലും ചില കുറവുകൾ ഉണ്ടെങ്കിൽ അതുകൂടി പരിപൂർണമായി ശുദ്ധീകരിച്ച് പൂർണ്ണതയോടെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായം 27-ാം വാക്യം, വെളിപാട് 21-27 വചനം ഇപ്രകാരമാണ് പറയുന്നത്: അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗടില്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല. 3 കാര്യങ്ങളാണ് ശുദ്ധീകരണ സ്ഥലത്ത് പ്രവേശിക്കാനും അല്ലെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള തടസ്സം. 1, അശുദ്ധമായതൊന്നും അവിടെ പ്രവേശിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ അശുദ്ധ ചിന്തകൾ, അശുദ്ധമായ വിചാരങ്ങൾ, അശുദ്ധമായ കാര്യങ്ങളിലേക്ക് എപ്പോഴും കടന്നു പോകുകയാണെങ്കിൽ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ പറയും വിവേകത്തോട് തിരിച്ചറിയേണ്ട കാര്യം, എനിക്ക് നഷ്ടമാകുന്നത് എൻ്റെ ജീവിതത്തിലെ ചെറിയ ചെറിയ കുറവുകളെ ശുദ്ധീകരിക്കുന്ന ശുദ്ധീകരണ സ്ഥലം നഷ്ടമാകും. അതുമൂലം എനിക്ക് സ്വർഗലബ്ധിയും നഷ്ടമാകും. രണ്ടാമത്തത് മ്ലേച്ഛമായത്, ജഡികമായത്, മ്ലേച്ഛമായ പ്രവൃത്തികളൊന്നും നമ്മളെ ഈ 2 ഇടങ്ങളിലേക്ക് എത്തിക്കില്ല എന്നുള്ള സത്യമാണ്. മൂന്നാമത്തത് കൗടില്യം, മറ്റുള്ളവരെ പറ്റിക്കുക, ചതിക്കുക, മറ്റുള്ളവർ വീഴ്ത്തുക, അവരെ നാശത്തെ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുക. ഈ 3 കാര്യങ്ങളും ആരെയും ഒരിക്കലും ആ സ്ഥലത്തേക്ക് പ്രവേശിക്കില്ല. അതാണ് വെളിപാട് 21-27 പറയണേ, അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗടില്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല. സ്നേഹമുള്ളവരെ, ഇനി നമ്മൾ ചിന്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിശുദ്ധയായ കാതറിൻ എന്ന വിശുദ്ധയുടെ ഈ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള പഠനം നമ്മളെ ഒത്തിരി ചിന്തിപ്പിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഒത്തിരി ഭയം ഉളവാക്കുന്ന ഒരു സ്ഥലമായിട്ട് ശുദ്ധീകരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും അതിന് മറ്റൊരു വിധത്തിലെ ആത്മീയ ചിന്തകളിലൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ച ഒരു വിശുദ്ധയായ കാതറിൻ. കാതറിൻ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: പറുദീസയിലെ ആത്മാക്കൾ അനുഭവിക്കുന്ന സന്തോഷത്തെ മാറ്റി നിർത്തിയാൽ സ്വർഗത്തിലെ ആത്മാക്കൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. അത് ഈ ലോകത്ത് ഇന്ന് വരെ നിർവചിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് സ്വർഗത്തിൻ്റെ സന്തോഷം. അവിടെ സന്തോഷം മാത്രമേ ഉള്ളൂ. അവിടെ സഹനത്തിനോ വേദനയ്ക്കോ ദുഃഖത്തിനോ ഒന്നിനും അവിടെ സ്ഥാനമില്ല. സന്തോഷം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സ്ഥലത്തെത്തിയതിൻ്റെ ആത്മീയ നിർവൃതിയാണ് പറുദീസ അല്ലെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ നിത്യജീവൻ എന്നുള്ളത്. സ്നേഹമുള്ളവരെ, ഈ വിശുദ്ധയായ കാതറിൻ പറയുന്നത് ഇങ്ങനെയാണ്: പറുദീസയിൽ ആത്മാക്കൾ അനുഭവിക്കുന്ന സന്തോഷം മാറ്റി നിർത്തിയാൽ, അപ്പോൾ ആ സന്തോഷത്തോട് തുലനം ചെയ്യാൻ മറ്റൊരു സന്തോഷത്തിന് സാധിക്കില്ല. എന്നിട്ട് തുടർന്ന് പറയാണ്, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ അനുഭവിക്കുന്ന സന്തോഷത്തെ താതാത്മ്യം ചെയ്താൽ യോഗ്യമായ മറ്റൊരു സന്തോഷത്തിനും കണ്ടെത്താനാവില്ല. അപ്പോൾ സ്വർഗത്തിൻ്റെ സന്തോഷം മാറ്റിവെച്ച് പിന്നെയുള്ള ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം അനുഭവിക്കുന്നവരാണ് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കൾ. ഇതൊരു വലിയ ബോധ്യമാണ്. സ്വർഗത്തിലെ ആത്മാക്കളാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കുന്ന ലോകത്തിൽ മനുഷ്യരല്ല സന്തോഷിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവരാണ് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കൾ. എന്നിട്ട് പറയാണ്, ദിനം തോറും ഈ ആത്മാക്കളുടെ സന്തോഷം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഈ ശുദ്ധീകരണ സ്ഥലത്ത് ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളുടെ ദിനം തോറും സന്തോഷം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അവർക്ക് തന്നെ അറിയാം, ഞങ്ങൾ ഇനി കുറച്ചുകൂടി ശുദ്ധീകരിച്ചാൽ ഞങ്ങൾ നിത്യ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്, സ്വർഗത്തിലേക്ക്. അതാണ് അവരുടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ യഥാർത്ഥത്തിൽ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സഹനത്തോട് താരതമ്യം ചെയ്യുമ്പോഴും നമ്മൾ തിരിച്ചറിയണം, നമുക്ക് അവിടേക്ക് എത്താൻ പോലും യോഗ്യതയില്ല. എന്നാൽ അവർക്കൊരു സന്തോഷമുണ്ട്. എന്താണ്? ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും സ്വർഗത്തിൽ എത്തിച്ചേരും എന്നുള്ള ഒരു സന്തോഷം. അതാണ് കാതറിൻ പഠിപ്പിക്കുന്നത്. കാതറിൻ പറയാണ്, ദിനം തോറും ഈ ആത്മാക്കളുടെ സന്തോഷം വർദ്ധിച്ചുകൊണ്ടിരിക്കും. കാരണം സ്വർഗീയ പ്രവേശനത്തിലേക്ക് തടസ്സങ്ങൾ ഈ ആത്മാക്കൾക്ക് നീക്കിക്കൊണ്ട് മാറ്റാനായിട്ട് സാധിക്കുന്നു. ഇവർ ഈ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ഇവർക്ക് യഥാർത്ഥത്തിൽ ഈ ശുദ്ധീകരണം വഴി സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശുദ്ധീകരണ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുമോ? നമ്മുടെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് ശുദ്ധീകരണത്തിൽ കടക്കാനെങ്കിലും യോഗ്യതയുണ്ടോ? നമുക്കറിയാം, സ്വർഗത്തിൻ്റെ സന്തോഷം കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കൾ. അവർക്ക് വേദനകളുണ്ട്, പൊള്ളുന്ന അനുഭവം, എന്നാൽ അവർക്കൊരു പ്രത്യാശയുണ്ട്. അല്പസമയോടും കഴിഞ്ഞാൽ സ്വർഗത്തെത്തും. നമ്മുടെ അവസ്ഥയോ? നമ്മൾ മരിച്ചാൽ എവിടെ എത്തും നമുക്ക് പോലും അറിയില്ല. അതുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ശുദ്ധീകരണത്തിൻ്റെ അനുഭവങ്ങൾ ഈ ഭൂമിയിൽ കിട്ടും. സഹനങ്ങൾ, വേദനകൾ, കഷ്ടതകൾ, ഇതെല്ലാം സ്നേഹമുള്ളവരെ നമ്മൾ ചേർത്ത് വെച്ച് സ്വർഗത്തിലേക്ക് ലക്ഷ്യമാക്കിയാൽ നമുക്കും നമ്മുടെ കുടുംബത്തെയും സ്വർഗത്തേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുമെന്നുള്ളൊരു സത്യമാണ് വിശുദ്ധയായ കാതറിൻ നമ്മളെ പഠിപ്പിക്കുന്നത്. പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ ഇപ്രകാരമാണ്: അല്പകാലത്തേക്ക്
വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. അല്പസമയത്തേക്ക് വിവിധ പരീക്ഷകൾ വഴി നിങ്ങൾ വ്യസനിക്കേണ്ടി വന്നാലും അതിൽ നിങ്ങൾ ആനന്ദിക്കുവിൻ. കാരണം അഗ്നി ശോധനയെ അതിജീവിക്കുന്ന അനശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അപ്പോൾ നമുക്കുണ്ടാകുന്ന അഗ്നി പരിശോധനകൾ, ശുദ്ധീകരണത്തിനുണ്ടാകുന്ന ഈ അഗ്നിശോധനകൾ ഇതിനേക്കാൾ വിലയേറിയ, സ്വർണത്തെക്കാൾ വിലയേറിയ ഒന്ന് നേടാനാണെങ്കിൽ ആ സഹനത്തെ എന്തിന് നമ്മൾ നഷ്ടമാക്കണം? തുറന്നു പറയാ, അത് യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവാകും. അപ്പൊ യേശു ഉത്ഥാനം ചെയ്ത ഇടങ്ങളിലേക്ക് പോകാനുള്ള ഒരു വലിയ കൃപയായിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ മാറും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഭൂമിയിൽ കിട്ടുന്ന സഹനങ്ങളെ ചേർത്ത് വയ്ക്കുമ്പോൾ ചിലപ്പോൾ തുലോമായിട്ടുള്ള ചില പരിപൂർണതകളില്ലാത്ത അവസ്ഥകൾ നമുക്കുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ശുദ്ധീകരണത്തിൽ വെച്ച് ശുദ്ധീകരിക്കപ്പെടാനുള്ള കൃപ കിട്ടും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ നിത്യജീവൻ ശുശ്രൂഷ പങ്കെടുക്കുന്ന ദൈവജനത്തോട് അച്ഛൻ പങ്കുവെച്ച് തരുന്ന ഇപ്രകാരമാണ്: ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവരുടെ ജീവിതത്തിലെ അവരുടെ കുറവുകളെ യഥാർത്ഥത്തിൽ അവരവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സ്വർഗത്തിൽ പോകാനുള്ള വലിയൊരു കൃപയുണ്ടെന്ന് തിരിച്ചറിയാം. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ കുടുംബത്തിലെ ശുദ്ധീകരണത്തിൽ കിടക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇതുപോലെ നമ്മുടെ ജീവിതം ശുദ്ധീകരണത്തിലേക്കെങ്കിലും എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ വിശുദ്ധി ജീവിക്കണം. നമുക്ക് മുൻപേ മൺമറഞ്ഞു പോയവര്, നമുക്കറിയാം, ഒരു മരിച്ച വീട്ടിൽ ചെല്ലുമ്പോൾ ആ മഞ്ചയിൽ കിടക്കുന്ന ശരീരത്തെ നോക്കി നമ്മൾ വലിയ ദുഃഖത്തോട് നിൽക്കും. എന്നാൽ ആ മഞ്ചയിൽ കിടക്കുന്ന വ്യക്തി അവിടെ നിന്നിട്ട് നമ്മൾ കേൾക്കുന്നൊരു ഗാനമുണ്ട്: മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ഇത് ആ മരിച്ചു കിടക്കുന്ന വ്യക്തി അവിടെ നിൽക്കുന്ന ദൈവജനത്തോട് പറയാ: എനിക്ക് സമയം കിട്ടിയില്ല, എനിക്കറിയാമായിരുന്നു. ഇതുപോലെ ഒത്തിരി മരിച്ച വീടുകളിൽ ഞാനും കൈകൂപ്പി നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ കേട്ട ഈ ഗാനം എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കാൻ ഞാൻ മറന്നുപോയി. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് മരണം എന്നതൊരു ജനനമാണ്. ആ മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും കരയില്ല. കാരണം അദ്ദേഹത്തിന് ചിലപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗം എന്ന രക്ഷയിലേക്ക് എത്തിയതിൻ്റെ സന്തോഷമുണ്ടോ? എന്നാൽ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ ചിലപ്പോൾ കാണിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ വേർപാടിൻ്റെ ദുഃഖം നമ്മുടെ ജീവിതത്തെ ഒത്തിരി അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് ഒത്തിരി സങ്കടങ്ങളും വരാം. എന്നാൽ യഥാർത്ഥത്തിൽ ജനിച്ചവരെല്ലാവരും മരിക്കും. ആരുടെ മണ്ണിൽ അവൻ്റെ ജീവിതം തീർന്നു പോകും. ഈ കൊറോണ കാലഘട്ടം ഒത്തിരി ജീവിതങ്ങളെ പെട്ടെന്ന് എടുത്തു കൊണ്ടുപോകുമ്പോഴും അതിനു മുമ്പുള്ള കാലഘട്ടങ്ങളും നമ്മുടെ മുന്നിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്: മരണം എന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ നീ ഒരിക്കലും പതറി നിൽക്കരുത്. അതിനെ അഭിമുഖീകരിക്കാൻ നീയും നിന്റെ കുടുംബവും സജ്ജമായിരിക്കണം. എന്തിനു വേണ്ടി? ഈ ജനനത്തെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാൻ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, യൂദാസിന്റെ ലേഖനത്തില് 1-ാം അധ്യായത്തില് 21 മുതലുള്ള തിരുവചനം പറയുന്നുണ്ട്: നിത്യജീവനത്തിനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാരുണ്യത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുവിൻ. നിത്യജീവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാരുണ്യത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുവിൻ. ചഞ്ചല ചിത്തരോട് അനുകമ്പ കാണിക്കുവിൻ. അഗ്നിശോധനയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റും. കണ്ടോ, അഗ്നിശോധനയിൽ നമ്മുടെ കുടുംബത്തില് ഇങ്ങനെ വേദനിക്കുന്ന ആത്മാക്കളെ പിടിച്ചു കയറ്റാൻ നമുക്ക് അധികാരം അവകാശം ദൈവം തന്നിട്ടുണ്ട്. അത് പ്രാർത്ഥന കൊണ്ടേ സാധിക്കുള്ളൂ. നമ്മുടെ വിശുദ്ധ ബലിയർപ്പണങ്ങൾ കൊണ്ടും നമ്മൾ സെമിത്തേരിയിൽ പോയി കൈകുപ്പി നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗണത്താൽ മോക്ഷത്തിൽ ചേരുമാറാകട്ടെ എന്ന് പറയുമ്പോൾ നിന്റെ ഉള്ളിലെ ആഴമേറിയ ദൈവസ്നേഹത്തിൻ്റെ ആഴം ചിലപ്പോൾ ആത്മാക്കളുടെ വേദനകളെ, തുച്ഛമായ തുലവുമായ കുറവുകളെ മാറ്റാനായിട്ട് കൃപ കിട്ടും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റാൻ നമുക്ക് അവകാശമുണ്ട്. ഈ ഒരു മാസ കാലഘട്ടങ്ങളിൽ കടന്നു പോകുമ്പോൾ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോയ പൂർവികർക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിൽ നിന്ന് കടന്നുപോയ ആത്മാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ദൈവസ്നേഹത്തിൻ്റെ ആഴം അവരെ പൊതിയാനായിട്ട് കടന്നു വരും. അതുകൊണ്ട് മാംസദാഹത്താൽ കളങ്കരഹിതരായവരുടെ വസ്ത്രങ്ങൾ പോലും വെറുത്തുകൊണ്ട് ഭയത്തോടെ അവരോട് കരുണ കാണിക്കുവൻ. ഇപ്പോൾ മാംസദാഹികളായ മനുഷ്യരുണ്ട്. ശരീരത്തെ ജഡിക പ്രവണതകളെ, ജഡികമായി ഒരു സ്ത്രീയെ അവളുടെ മാംസത്തിന് വേണ്ടിയിട്ട് ദാഹിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ ഈ ലോകത്തുണ്ട്. സ്ത്രീയോടും മനുഷ്യരോടും കുഞ്ഞുങ്ങളോട് പോലും കരുണ കാണിക്കാത്തവർ. കാരണം പണത്തെ ഒരു
വ്യക്തിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു മാംസദാഹിയായിട്ട് അവർ കടന്നു വരും. സ്നേഹമുള്ളവരെ, ഇങ്ങനെയുള്ള മാരക പാപങ്ങൾ ഇന്ന് ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അമ്മയ്ക്ക് അപ്പനെ തിരിച്ചറിയുന്നില്ല, അപ്പന് മക്കളെ, സ്വന്തം മക്കളെ പോലും പിച്ചു ചീന്തുന്ന കാലഘട്ടങ്ങൾ കടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ നരകമെന്ന യാഥാർത്ഥ്യത്തെ നിന്റെ കുടുംബത്തിലേക്ക് വിളിച്ചു വരുത്തരുത്. നീ ഒറ്റയ്ക്ക് വിചാരിച്ചാലേ നിനക്ക് ചിലപ്പോൾ ശുദ്ധീകരണത്തിലേക്കും സ്വർഗത്തിലേക്കും കടന്നു പോകാൻ പറ്റുള്ളൂ. ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാം. സ്നേഹമുള്ളവരെ, ജ്ഞാനത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 4-5 തിരുവചനം പറയുക, ശിക്ഷിക്കപ്പെട്ടവരെന്ന് മനുഷ്യദൃഷ്ടിയിൽ തോന്നിയാലും അനശ്വരമായ പ്രത്യാശയുള്ളവരാണവർ. വളരെ പ്രധാനപ്പെട്ട ഒരു വചനം. ശിക്ഷിക്കപ്പെട്ടവരാണ്. നമ്മൾ പറയും ശുദ്ധീകരണത്തിൽപ്പെട്ടവരെല്ലാം ശിക്ഷിക്കപ്പെട്ടവരാണ് എന്നാൽ പറയുക, വചനം പറയുകയാണ്, ജ്ഞാനത്തിന്റെ പുസ്തകം 3-4 പറയാണ്, ശിക്ഷിക്കപ്പെട്ടവരെന്ന് മനുഷ്യ ദൃഷ്ടിയിൽ തോന്നിയാലും അനശ്വരമായ പ്രത്യാശ. അവർക്ക് സ്വർഗത്തെ പോവാൻ ഒരു പ്രത്യാശ അവരുടെ മുന്നിൽ ഈ ശുദ്ധീകരണ സ്ഥലം തുറന്നു വെച്ചു കൊടുത്തിട്ടുണ്ട്. ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു. അല്പകാലത്തെ ശിക്ഷയ്ക്ക് ശേഷം അവർ വലിയ നന്മ കൈവരും. അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നവര് വലിയ നന്മ സ്വന്തമാക്കാൻ ദൈവം തന്നെ അവരെ ഒരുക്കുന്നതാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപ അവരുടെ ജീവിതത്തിൽ വരും. വിശുദ്ധനായ ഗ്രിഗറി പറയുന്ന ഇപ്രകാരമാണ്, ചെറിയ തെറ്റുകളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി വിധി ദിനത്തിന് മുൻപായി ശുദ്ധീകരണ അഗ്നിയുണ്ട് എന്നുള്ളത് നാം വിശ്വസിക്കേണ്ട ഒരു സത്യമാണ്. ചെറിയ തെറ്റുകളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി വിധി ദിനം വരെ ശുദ്ധീകരിക്കുന്ന സ്ഥലമുണ്ട്. അവിടേക്ക് പ്രവേശിക്കേണ്ടത് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. സ്നേഹമുള്ളവരെ, ഈ ശുദ്ധീകരണ കാലഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കാം, കരങ്ങൾ കൂപ്പാം. കർത്താവെ, മരണം വഴി വേർപെട്ടു പോയ എല്ലാ ആത്മാക്കളെയും സ്വർഗഭാഗ്യത്തിന് അർഹരാക്കണമേ. ഞങ്ങൾ മരിക്കുമ്പോഴും സ്വർഗത്തെ സ്വന്തമാക്കി പുലുകി ജീവിക്കാനുള്ള ആത്മീയ നിറവും കൃപയും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.